കണ്ണൂർ പയ്യന്നൂരിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചതിൽ വഴിത്തിരിവ്. കൊച്ചുമക്കൾക്ക് വിഷം നൽകി അമ്മയും മകനും ജീവനൊടുക്കിയെന്നാണ് സംശയമുണ്ടാകുന്നത്. മുറിയിലെ മേശയിൽ മദ്യക്കുപ്പിയും കീടനാശിനിയുടെ കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. നിഖിൽ അളവൂർ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നിഖിൽ, എന്തൊക്കെ വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്? എന്തൊക്കെയാണ് ഇപ്പോഴുള്ള നിഗമനങ്ങൾ? ഏതായാലും ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് പയ്യന്നൂർ രാമന്തലിയിലെ വീട്ടിൽ ഈ മുത്തശ്ശിയെയും മകനെയും ഒപ്പം കൊച്ചുമക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ്, ഇന്നലെ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ മരിച്ച നിലയിൽ കണ്ട മുറിക്കകത്തെ മേശയ്ക്ക് മുകളിൽ ഒരു മദ്യക്കുപ്പിയും ഒപ്പം തന്നെ കീടനാശിനിയുടെ കുപ്പിയും കണ്ടെത്തിയിരുന്നു. അതിനൊപ്പം ഒരു കുപ്പിയിൽ പാൽ കൂടി കണ്ടെത്തിയതോടുകൂടിയാണ് പോലീസ് ഇത്തരമൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. 6ഉം 2ഉം വയസ്സുള്ള കുട്ടികൾക്ക് പാലിൽ കീടനാശിനി കലർത്തി നൽകി അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഉഷയും മകൻ കലാധരനും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന ഒരു നിഗമനം. ഇന്നലെ രാത്രി തന്നെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഇന്നലെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ അന്വേഷണം ഉൾപ്പെടെ മേൽനോട്ടം വഹിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കുടുംബ പ്രശ്നമാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് നയിക്കാൻ കാരണമായത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കലാധരനും ഭാര്യയും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. ഇവർ തമ്മിൽ ഒരു ഡൈവേഴ്സ് കേസ് കുടുംബ കോടതിയിൽ നിലവിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിന്റെ വിധി വന്ന സമയത്ത് 2 മക്കളെയും ഈ കലാധരന്റെ ഭാര്യയുടെ കൂടെ വിടണം എന്ന ഒരു ഉത്തരവ് വരികയും പിന്നീട് കലാധരന്റെ ഭാര്യ നിരന്തരം ഇവരെ ഫോണിൽ വിളിക്കുകയും ഈ കുട്ടികളെ വിട്ടുനൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും ഇവർ പോലീസിൽ ഒരു പരാതി നൽകിയതായുള്ള വിവരം കൂടിയുണ്ട്. ഏതായാലും ഈ നിലയ്ക്കാണ് പോലീസ് പ്രാഥമികമായി എത്തിയിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണം എന്നതാണ് കണ്ടെത്തൽ. ശരി നിഖിൽ.